സ്വാലിഹീൻ. പടച്ചോനെ സാലിഹായ സന്താനത്തെ തരണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വേദനയോടെയാണ് റബ്ബേ എനിക്ക് കുട്ടിനെ തരണേ എന്ന് ഒരു നബിയും പറഞ്ഞിട്ടില്ല. എനിക്ക് മക്കളെ വേണമെന്ന് ഒരു നബിയും പ്രാർത്ഥിച്ചിട്ടില്ല. സാലിഹായ മക്കളെയല്ലാതെ എനിക്ക് കേവലം ഒരു കുട്ടിയെ വേണ്ട. 30-ാം അധ്യായം സൂറത്ത് സഫാത്ത് 100-ാമത്തെ വചനം. റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക. നോക്കൂ എത്ര പ്രാർത്ഥനകളാണ് പടച്ചവനെ. വലമ്മകും ബിദുആയിക റബ്ബി ശഖിയ. അല്ലാഹുവേ എന്റെ തലമുടി നിരബാധിച്ചിരിക്കുന്നു, എന്റെ എല്ലുകൾ ദുർബലമാണ്, എന്റെ ഭാര്യ വന്ധ്യയാണ്. പക്ഷേ വലമ്മകും ബിദുആയിക റബ്ബി ശഖിയ, നിന്നോട് ദുആ ചെയ്യുന്നതിൽ ഞാൻ നിരാശനല്ല. തീർന്നില്ല. യരിസുനി വയരിസു മിൻ ആലി യാകൂബ് വജഅൽഹു റബ്ബി റളിയ. അല്ലാഹുവേ വരാനിരിക്കുന്ന എന്റെ കുടുംബത്തിലെ മക്കളും പേരമക്കളും അടുത്ത കുടുംബവും അവരൊക്കെ കേടുവരുമെന്ന് ഞാൻ വിചാരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് എനിക്ക് നല്ലൊരു മോനെ തരണേ. അങ്ങനെ അല്ലാഹ് പേര് വിളിച്ച യഹ്യാ നബിയെ കിട്ടിയത് എങ്ങനെയാണ്? ഹുനാലിക ജാ സക്കരിയ റബ്ബഹു. റബ്ബിനോട്, ലോകത്തിന്റെ തമ്പുരാനോട്, പടച്ചവനോട്, കല്ലിനോടല്ല, മുള്ളിനോടല്ല, മറിഞ്ഞുപോയ ഔലിയാക്കളോടല്ല, ജിന്നിനോടല്ല, മലക്കുകളോടല്ല, റഹ്മാനായ റബ്ബിനോട് കുട്ടികൾക്ക് വേണ്ടി തേടിയ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം. എന്ത് പാഠമാണ് നമുക്ക് പകർന്നു തരുന്നത്? ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഖുർആൻ ശരിക്കും അല്ലാഹ് പറഞ്ഞ പോലെ വായിച്ചിട്ടുണ്ടോ? ഹഖ തിലാവത്ത്. രാത്രി ഒറ്റക്കിരുന്ന് ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒറ്റക്ക്, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, മക്കള് കാണാതെ, സുഹൃത്തുക്കള് കാണാതെ അള്ളാന്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടോ? അൽ ഖുർആനു റബീയ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാണ് ഖുർആൻ. വായിച്ചിട്ടുണ്ടോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറൈതഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. വായിച്ചിട്ടുണ്ടോ? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ വഖൈറും മിമ്മാ യജ്മഊൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അക്ഫാലുഹാ. 40-ാം അധ്യായം 24-ാമത്തെ വചനം, 17-ാം അധ്യായം 82-ാമത്തെ വചനം, 10-ാം അധ്യായം 58-ാമത്തെ വചനം, 59-ാം അധ്യായം 21-ാമത്തെ വചനം. വായിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? അതിനനുസരിച്ച് ഖുർആൻ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടോ? എങ്കിൽ അവർ വിജയിക്കുന്നതാണ്. പക്ഷെ നമുക്കതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഇങ്ങനെ കല്യാണം കഴിക്കാൻ ഇനിയെങ്കിലും നമ്മളെ മക്കളെ പഠിപ്പിച്ചൂടെ? ഇവിടെ ഇരിക്കുന്ന ഏതൊരു യുവാവിനും ഏതൊരു യുവതിക്കും ഞാനിനി ഇങ്ങനെ കല്യാണം കഴിക്കൂ. അതാ ഫൗണ്ടേഷൻ, അതാ അടിത്തറ. അത് ക്ലിയർ ആക്കണം മക്കളെ. അത് ഏത് കാര്യത്തിലും അങ്ങനല്ലേ? ടയർ പഞ്ചറായ വണ്ടി മുന്നോട്ട് പോവോ? 4 ടയർ പഞ്ചറായ വണ്ടി മുന്നോട്ട് പോവോ? എന്തോ കെട്ടിടം തകർന്നാൽ, അല്ല ഫൗണ്ടേഷൻ തകർന്നാൽ കെട്ടിടം എത്ര മനോഹരമാണെങ്കിലും അത് നിലനിൽക്കുവോ? അപ്പൊ ബേസ് തൗഹീദാണ്, ഈമാനാണ്. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുൽ അംന് വഹും മുഹ്തദൂൻ. അല്ലാഹ് പറയാണ് 6-ാം അധ്യായം സൂറത്ത് അനാം 82-ാമത്തെ വചനം, ഈമാനിൽ ദുൽമ് കലർന്നാൽ അവർക്ക് നിർഭയത്വമില്ല, അവർ ഭയപ്പെടണം. ഈമാനിലെ ദുൽമ് എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, ശിർക്ക് പാപമാണ് മോനെ, വൻ പാപമാണ്. അതിനേക്കാൾ വലിയൊരു പാപമില്ല മോനെ. 31-ാം അധ്യായം 13-ാമത്തെ വചനം. അപ്പൊ നമുക്ക് ഒരു കൃത്യമായൊരു ബൗണ്ടറി രൂപപ്പെട്ടു. എന്ത് തൗഹീദ് ഉണ്ടാവണം, അള്ളാനെ മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയാവണം. അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക? പാൽക്കാരി പെൺകുട്ടിനെ പോലെ. ഇനി നല്ല ദീനുള്ള ഒരു പെണ്ണാണെങ്കിൽ ഭർത്താവ് ഗൾഫിലാ, ശരി, അങ്ങനെ ചിന്തിച്ചോ. ഭർത്താവ് ഗൾഫിലാ, ഏതെങ്കിലും ഒരു കാമുകനെ ഞാൻ ഒറ്റക്കാന്ന് പറഞ്ഞ വാട്സപ്പിൽ മെസ്സേജ് വിടുവോ? അവള് വിടുവോ? എന്താ?
ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. എന്താ അത്? കാനിതാത്തുൻ, അടക്കമുള്ള പെണ്ണാണ്, ഒതുക്കമുള്ള പെണ്ണാണ്, റബ്ബിനെ സൂക്ഷിക്കുന്ന പെണ്ണാണ്, ഭർത്താവിന്റെ അഭാവത്തിൽ റബ്ബിനെ പേടിക്കുന്ന പെണ്ണാണ്. ലക്കത്വാല ഹാദൽ ലൈലു വജുവദ്ദ ജാനിബുഹു, ചുറ്റും കറുത്ത് തമോമയമായി ഇരുമുറ്റും ഇരപിനിൽ ഏകാകിയാണു ഞാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടം. ഒരു പെണ്ണ് വീട്ടിൽ ഒറ്റക്കാണ്, ഭർത്താവ് പട്ടാളത്തിലാണ്, ഒരൊറ്റ ആളും ആ വീട്ടിലില്ല, തന്നെ കാണാൻ ഒരാളില്ല, വാതിൽ തുറക്കുമ്പോ ശ്രദ്ധിക്കാൻ ഒരു വല്യപ്പല്ല, പരിസരത്തൊന്നും ആരുമില്ല. ആട്ടുകട്ടിലിരുന്ന് ആ സ്ത്രീ പാടുകയാണ്, പടച്ചോനെ കറുത്തര നല്ല തണുത്ത രാത്രിയാണ്, എല്ലുകൾ തുളച്ചു കയറുന്ന തണുപ്പാണ്, വികാരമുണ്ടാകുന്ന രാത്രിയാണ്, എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, ഞാൻ നിന്നെ പേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരു പുരുഷനെ വിളിച്ചു വരുത്തി എന്റെ ലൈംഗിക ദാഹം തീർക്കുമായിരുന്നു നാഥാ, ഞാൻ നിന്നെ പേടിക്കുന്നത് കൊണ്ടാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു മോനുണ്ടായ കഥ ചരിത്രം പറയുന്നുണ്ട്. യൂസുഫ് നബി ആരാണ്? കാലമാദല്ലാഹ് എന്ന് സുലേഖയോട് പറഞ്ഞ ആളാണ്. രാജകൊട്ടാരത്തിൽ ഒറ്റക്ക് കഴിയുമ്പോ, മറ്റാരുമില്ലാത്ത ഘട്ടത്തിൽ, പാറാവുകാരില്ലാത്ത ഘട്ടത്തിൽ, ആ രാജ്ഞി മാത്രമുള്ള ഘട്ടത്തിൽ കാലമാദല്ലാഹ് ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറഞ്ഞ ആളാണ്. അതേ റജുലുൻ ദാതു ഇംറാത്തിൻ വമൻസിബിൻ ഇന്നി അഖാഫുല്ലാഹ്, കുലീനയായ ഒരു പെണ്ണ്, സൗന്ദര്യമുള്ള ഒരു പെണ്ണ്, അവൻ വിളിക്കുകയാണ്. എങ്ങോട്ട്? അവൾ വിളിക്കുന്നു ശരീരം പങ്കുവെക്കാൻ. ഇന്നി അഖാഫുല്ലാഹ് റജുലുൻ ദാതു ഇംറാത്തിൻ വമൻസിബിൻ വജമാലിൻ. അതേ സുബത്തു യുദില്ലുഹുമുല്ലാഹു ദില്ല യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അർശിന്റെ തണൽ അത് കിട്ടുന്നത് ആർക്കാണ്? ഒരു പെണ്ണ് ക്ഷണിച്ചിട്ട് ഞാനില്ലെന്ന് പറയുന്ന പുരുഷനാണ്. എത്ര പേരതിലുണ്ട്? ഞാനും നിങ്ങളും അതിലുണ്ടോ? എങ്കിൽ വിജയിച്ചിരിക്കുന്നു. ഈ ഈമാനുള്ളവരെ കെട്ടിനോക്ക് നിങ്ങൾ, തോൽക്കില്ല, തോൽപ്പിക്കാൻ കഴിയും. മഹാനായ ഇബ്രാഹിം നബി വീട്ടിൽ വരികയാണ്, ഇസ്മായിലിന്റെ വീട്ടിൽ വരികയാണ്. അപ്പൊ ഇസ്മായിൽ നബിയുടെ ആദ്യ ഭാര്യ അവിടെയുണ്ട്. പല പരാതികളും ഭർത്താവിനെ പറ്റി പറയുന്നു. എനിക്ക് ചെലവിന് തരുന്നില്ലെന്ന് പറയുന്നു, എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറയുന്നു, ചെലവുകളൊക്കെ വളരെ പരിതാപകരമാണെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട ഇബ്രാഹിം നബി പറയുകയാണ്, മോളെ നിന്റെ മാപ്പിള ഇസ്മായിൽ വന്നാൽ പറയണേ മോളെ ഉമ്മറപ്പടി മാറ്റിവെക്കാൻ. വലിയ പാഠമാണതിൽ. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോഴേക്ക് ഇബ്രാഹിം നബി പോയി. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഒപ്പ വന്നിരുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം വന്നിരുന്നു. അപ്പൊ ഉമ്മറപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മറപ്പടി മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇസ്മായിൽ നബി ചോദിച്ചു, പറഞ്ഞതിന്റെ പൊരുള് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? നിന്നെ ഒഴിവാക്കാനാണ് പറഞ്ഞത്, നിന്നെ തലാക്ക് ചെല്ലാനാണ് പറഞ്ഞത്. തലാക്കില്ലേ? വീണ്ടും ഒരു കല്യാണം കഴിച്ചു ഇസ്മായിൽ അലൈഹിസ്സലാം. ഒരു നബിക്ക് ഇങ്ങനെ ഒരു ഭാര്യ പാടില്ല. അതാണ് ഇബ്രാഹിം നബി ചിന്തിച്ചത്. ഒന്നാലോചിക്കണേ. രണ്ടാമതും ഇസ്മായിൽ നബി കല്യാണം കഴിച്ചു. രണ്ടാമത്തെ തവണയും ഇബ്രാഹിം നബി വരുന്നുണ്ട്. ഇസ്മായിലിന്റെ അസാന്നിധ്യത്തിൽ മരുമോളെ കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് മോളെ ലൈഫ്? മോളെ നിന്റെ ലൈഫ് എങ്ങനെയുണ്ട്? ആ ചെറുപ്പക്കാരി പറയുന്നു, ബെറ്ററാണ്, ഖൈറാണ്, പുണ്യകരമാണ്, ആനന്ദകരമാണ്, കൺകുളിർമയാണ്. അപ്പം മരുവോളോട് ഇബ്രാഹിം നബി പറയുന്നു, മോളെ ഉമ്മറപ്പടി ഉറപ്പിച്ച് നിർത്താൻ പറ. വലിയ പാടാ. അപ്പൊ പെണ്ണാരാകണം? പെണ്ണതൊക്കെ ആവണം. കാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹ് കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞതൊക്കെ കാത്തു സൂക്ഷിക്കുന്നവളാകണം. അവരുടെ ഒരു വിരൽ തുമ്പ് പോലും ഒരു അന്യ പുരുഷന് തൊടാതിരിക്കാൻ അവൾ കെയർഫുൾ ആയിരിക്കണം. സൂറത്ത് നിസാ
34-ാമത്തെ വചനമാണ്. അതാകണം, ഒരു പെണ്ണും ഒരാണും അതാകണം. അതേ ജീവിതത്തിൽ പടച്ചോനെ പേടിക്കുന്നവരാകണം. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. 8-ാം അധ്യായം 2-ാമത്തെ വചനം. അതിൽ പറയുന്നത് എന്താ അറിയോ? ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാഹുവിനെ പേടിച്ച് നടുങ്ങുന്ന ഹൃദയത്തിന്റെ ഉടമയായിരിക്കും. ശരിക്കും നമ്മൾ അങ്ങനെ പരിശോധിച്ചിട്ട് മകളെ കെട്ടിച്ചോക്കുങ്ങള്, ഒരിക്കലും ആ മകളുടെ കണ്ണീര് നമുക്ക് കാണേണ്ടി വരില്ല. ആ മകളുടെ കണ്ണീര് ഒരിക്കൽ പോലും നമുക്ക് കാണേണ്ടി വരില്ല. ലോകത്തിന് മുഴുവനും അസൂയാവഹമായ ഒരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇതാണ് ആദ്യ ഭാഗം. ഇതെല്ലാം നിങ്ങളെ മനസ്സിലുണ്ടാവും. ഒരു അപേക്ഷ എനിക്കുണ്ട്, ഇതിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾ ഒറ്റക്ക് കേൾക്കണം. നിങ്ങൾ ഓരോരുത്തരും കാറിൽ പോകുമ്പോ കാറിലിട്ട് കേൾക്കുക, വീട്ടിൽ ഒറ്റക്കിരിക്കുമ്പോ ഒറ്റക്കിരുന്ന് കേൾക്കുക, ഓഫീസിൽ. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഗൗരവമായ വിഷയമായിട്ട് ബോധ്യപ്പെടും. സാധാരണ ഒരു വിഷയമായിട്ട് നിങ്ങൾ തള്ളണ്ട. ഇതാണ് ശരിക്കും അല്ലാഹ് ദീനിൽ പഠിപ്പിച്ചത്. ഇതാണ് ഈ വീക്ഷണമാകണം വിവാഹ രംഗത്ത് നമുക്കുണ്ടാകേണ്ടത്. ഇനി നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് മക്കളുണ്ടാവുക എന്നല്ല. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. അതൊരു വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഗർഭപാത്രത്തിൽ 3 മാസം ആവുമ്പോ കുട്ടിക്ക് കേൾവി വരും. ഈ പോയിന്റ് വളരെ ഗൗരവമായിട്ട് മോഡേൺ സയൻസ് പറയുന്നത് 3 മാസം, അതായത് ഭാര്യ ഗർഭിണിയായി 3 മാസമായി, 3 മാസം പൂർത്തിയാകുമ്പോ ഈ കുട്ടിക്ക് കേൾവി ഉണ്ടാവും. ഗർഭപാത്രത്തിൽ കേൾവി ഉണ്ടാവും. കാഴ്ച പിന്നെ വേണ്ടുള്ളൂ. കാഴ്ച അവിടുന്ന് ആവശ്യമല്ല, കേൾവി അവിടെ ആവശ്യമുണ്ട്. കേട്ടു 3 മാസമാകുമ്പോ കുട്ടി കേൾക്കുമെങ്കിൽ ബാക്കിയുള്ള കാലയളവില്ലേ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാനുള്ള കാലയളവ്, ആ കാലയളവ് അത്രയും ഉപ്പാനോട് സംസാരിക്കുന്നത് കുട്ടി കേൾക്കുന്നുണ്ട്. ഉപ്പ ഉമ്മാനെ ചീത്ത വിളിക്കുകയാണെങ്കിൽ അത് ആര് കേൾക്കുന്നുണ്ട്? ഈ ഗർഭപാത്രത്തിലെ കുട്ടി കേൾക്കുന്നുണ്ട്. ഉമ്മ സിനിമ കാണുകയാണെങ്കിലോ, ഇനി ബാപ്പല്ലാത്ത ഉമ്മ മറ്റൊരാൾ കൊഞ്ചിയാണെങ്കിലോ, എന്റെ ഉമ്മക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് കുട്ടി എവിടെ നിന്ന് അറിയുന്നുണ്ട്? കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് അറിയുന്നുണ്ട് എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. അപ്പൊ എത്ര കെയർഫുൾ ആകണം അല്ലേ, എത്ര കെയർഫുൾ ആകണം. ഈ ഗർഭം നേരെ മറിച്ച് നിങ്ങളുടെ വീട് ഖുർആനോത്തിന്റെ വീടാണെങ്കിലോ, അല്ലാഹ് പറഞ്ഞ പോലെ ഈ ആയത്ത് ഭയങ്കര കൗതുകമുള്ള ആയത്താ. അപ്പൊ നമ്മളൊക്കെ വീട്ടിലേക്ക് പോവുമല്ലോ, നമ്മുടെ വീട്, അതിനെപ്പറ്റി അല്ലാഹ് പറയുകയാണെങ്കിൽ നിന്റെ വീട്ടിൽ വെച്ച് ഖുർആനും ഹദീസുമാണ് പാരായണം ചെയ്യപ്പെടേണ്ടത്. നിന്റെ വീട്ടിൽ വായിക്കപ്പെടേണ്ടത് ഇംഗ്ലീഷ് പുസ്തകമല്ല, നിന്റെ വീട്ടിൽ വായിക്കപ്പെടേണ്ടത് വെറും മാത്സ് അല്ല. നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടേണ്ടത്, പക്ഷെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് എന്താ? A² AB + B² മാത്തമാറ്റിക്സ്, പിന്നെ ഇംഗ്ലീഷ്. സത്യല്ലേ? ചിന്തിക്കും. പിന്നെയോ ഏറ്റവും കൂടുതൽ ലിബറലുകൾ ഇറക്കിയ സിലബസ് അനുസരിച്ചുള്ള ജെൻഡർ ന്യൂട്രാലിറ്റി പഠിപ്പിക്കുന്ന ബുക്ക്. അല്ലാഹ് ഖുർആനിൽ പറയുന്നതോ, നീ മുസൽമാനാണോ നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടേണ്ടത് ഖുർആൻ. അതിന്റെ കുറവ് ഞാൻ ഇനി ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചോട്ടെ, കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാനാണോ നിങ്ങൾ താല്പര്യം, ദീന് കൊടുക്കാനാണോ? പറഞ്ഞോളൂ, നിങ്ങളെല്ലാം ചിന്തിച്ചോളൂ. ഞാൻ ചോദിക്കും, മദ്രസ പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷൻ വെച്ച ഒരു രക്ഷിതാവ് കൈബന്ധിക്കും. ട്യൂഷൻ മദ്രസയിലും പഠിക്കുന്നുണ്ട്, അതേ വിഷയം ട്യൂഷൻ കൊടുത്തിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരൊറ്റ ബാപ്പ കൈബന്ധിച്ചേ, ഒരൊറ്റ മുസൽമാനായ ബാപ്പ കൈബന്ധിച്ചേ? ഇല്ലല്ലേ? അതെന്നെ പരാജയം, അതെന്നെ പരാജയം. അപ്പൊ മനസ്സിലായോ പോയിന്റ് എന്താന്ന്? മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മുജാഹിദ് വാൽച്ചേരിനെ ഈ വിഷയം അവതരിപ്പിക്കാൻ വിളിക്കണ്ടായിരുന്നു. പക്ഷേ ഇന്നു മുതൽ ഗൗരവമായി കണ്ടു. ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. 50 ലക്ഷം റുപ്യ മുടക്കിയിട്ട് മോനെ ഡോക്ടറാക്കി, 10-40 ലക്ഷം റുപ്യ മുടക്കിയിട്ട് മോനെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കി, പലതും ആക്കി. 3ാമത്തെ മകൻ അത്രയൊന്നും പഠിക്കൂല, ഓനെ അറബി കോളേജ് കൊണ്ടാക്കി. ബാപ്പേ സെൽഫി തന്നെ കൊണ്ടാക്കി. അവസാനം ബാപ്പ മരിച്ചു.
50 ലക്ഷം റുപ്യ മുടക്കി ഡോക്ടറാക്കിയ മകന് ബാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അറിഞ്ഞൂടാ. ചിന്തിക്കണേ. 45 ലക്ഷം റുപ്യ മുടക്കി എഞ്ചിനീയർ ആയ മോനെ ബാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അറിഞ്ഞൂടാ. കാരണം തെക്ബീറാണ്, 4 തെക്ബീർ ഉണ്ടോ അതും അറിയില്ല, സുജൂദിൽതാണോ റുക്കുണ്ടാനോ ഒന്നും അറിയില്ല. നേരെ മറിച്ചോ തലച്ചോറ് എന്താന്ന് ഓനറിയാം, സെറിബൽ എന്താന്ന് ഓനറിയാം, പാൻക്രിയാസ് എന്താന്ന് ഓനറിയാം. ഓൻ സയൻസ് പഠിച്ചോനാ, ഡോക്ടറാ, MBBS. പക്ഷെ അറബി കോളേജിൽ ഒരു ചെലവില്ലാതെ പഠിപ്പിച്ച മോനെ കാത്തിക്കാണ് ആര്? 50 ലക്ഷം മുടക്കി ഡോക്ടറായ എക്കാക്ക, 35 ലക്ഷം മുടക്കി എഞ്ചിനീയറായ എക്കാക്ക കാത്തിക്കാണ്. വെറും 35,000 പോലും മുടക്കിയിട്ടില്ലാത്ത മകനെ. അപ്പൊ ഈ ബാപ്പാക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട മകൻ ആരാ? അവനെ ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം എന്താ? മറ്റേ കാക്ക സയൻസ് ബുക്കിൽ പഠിച്ച ഇത്ര വലുപ്പത്തിലുള്ള ഇംഗ്ലീഷ് കോട്ടല്ല അവൻ പഠിച്ചേ. അവൻ അറബി കോളേജിൽ പഠിച്ചിട്ട് ബാപ്പാക്ക് വേണ്ടി ഞാൻ എന്താ ചെല്ലുന്നതെന്ന് അവൻ അറിഞ്ഞത് കൊണ്ട് തന്നെ അവനെ കരഞ്ഞിട്ടാണ് ചെല്ലുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കും, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തെ കുറിച്ച്? എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ മയ്യത്ത് നിസ്കരിക്കുന്ന എന്താ പറയണത്? ഇദാ മാതൽ ഇൻസാനു ഇൻകതഅമലു ഇല്ലാ മിൻ സലാസിൻ. നോക്കൂ നിങ്ങൾ, 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ മുറിഞ്ഞു പോകുന്നതാണ് ഒരാൾ മരിക്കുമ്പോ. അതിലേതാണ്? ഔ ഇൽമു യുൻതഫഉ ബിഹി ഔ വലദുൻ സാലിഹുൻ യദഉ ലഹു ഔ സദഖത്തിൻ ജാരിയ. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. സാലിഹായ കുട്ടി എന്നാ പറയുന്നത്, ഡോക്ടറായ കുട്ടി എന്നല്ല. ഡോക്ടറായ കുട്ടിക്ക് സാലിഹാകാം, പക്ഷെ പലപ്പോഴും ഡോക്ടറാകാൻ പഠിക്കുമ്പോൾ സാലിഹാകാൻ പറ്റാതെ പോകും. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് കഞ്ചാവ് അടിക്കുന്നത് ആരാ? ഡോക്ടർമാരാണ്. ഏറ്റവും ലേറ്റസ്റ്റ് പഠനങ്ങൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവും കള്ളും കുടിക്കുന്നത്, ആണും പെണ്ണും. ലോകത്തിന്റെ ഒരു പോക്കാണ്, ലോകത്തിന്റെ പോക്ക് അങ്ങോട്ടാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും മനസ്സിലാക്കിക്കോ, ദീന് പഠിപ്പിച്ചോ, ദീനിനനുസരിച്ച് ജീവിച്ചോ, എങ്കിൽ കുടുംബം നന്നാവും. അപ്പൊ മക്കളെ നല്ല നിലക്ക്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്ര പ്രാർത്ഥന പ്രാർത്ഥിച്ചാലാ? വജ്നബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. 14-ാം അധ്യായം 35. അത് പറയുമ്പോൾ ഞാൻ ഒരു പോയിന്റ് കൂടെ പറയാൻ ശ്രദ്ധിച്ചോളിട്ടോ. ഇബ്രാഹിം നബിന്റെ ദുആ എന്താ? പടച്ചോനെ, എന്റെ മക്കളെയും എന്റെ സന്താനങ്ങളെയും ബിംബാരാധനയുടെ കൂട്ടത്തിൽ നീ പെടുത്തരുതേ റബ്ബേ. ജാഗ്രതയാണ് ശിർക്ക് വരാതിരിക്കാൻ. നമ്മുടെ ഉസ്താദുമാര് കുട്ടികളോട് പറയുന്നത് എന്താണ്? മൊയ്തീൻ ഷെയ്ഖ് അള്ളാനെ വിളിച്ചിട്ടില്ലെങ്കിലും മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. CM ഊരിനെ വിളിക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. കേട്ടോ, ഇബ്രാഹിം നബി മടിയിലിട്ട് പഠിപ്പിച്ച എന്താ? അള്ളാനെ മാത്രമേ വിളിക്കാവൂ. ഈ വ്യത്യാസം ശരിക്കും പഠിച്ചേ പറ്റൂ. മാത്രമല്ല അദ്ദേഹം അള്ളഹാനോട് പറയുന്നു, പഠിച്ചവനെ, എന്റെ മകനെ ഇന്ദ ബൈതിക്കൽ മുഹറം, നിന്റെ പരിശുദ്ധ കാബത്തിനടുത്ത് എന്റെ മോനെ കൊണ്ടാക്കി. നമ്മൾ പറയല്ലോ, ഞാനോനെ ബാംഗ്ലൂരാക്കി, ഞാനോനെ. എല്ലാവർക്കും ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ ഒരു പുതിയ പ്രവണത തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ലണ്ടനിലേക്ക്, കാനഡയിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ. മക്കള് ബാംഗ്ലൂരാണ്, ബോംബെയിലാണ്, കൽക്കട്ടയിലാണ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ് എന്നൊക്കെ പറയുമ്പോ കിട്ടുന്ന ഒരു രോമാഞ്ചുണ്ടല്ലോ. പക്ഷേ കണ്ണിന്റെ മുമ്പ് കുട്ടി പോയാൽ അവിടെ എന്താ ആവണത്? പിന്നോരും ഇങ്ങോട്ട് പോരുന്നില്ല. ഓൻ അച്ഛനെ വേണ്ട, അമ്മനെ വേണ്ട, കുടുംബത്തെ വേണ്ട, മാതാപിതാക്കളെ വേണ്ട, ആരെയും വേണ്ട. നേരെ മറിച്ച് സഹോദര ആലോചിക്ക്. ഇബ്രാഹിം നബി പറയാണ്, കഅബാലയത്തിന്റെ അടുത്താണ് ഞാൻ എന്റെ മോനെ ആക്കിയത്. എന്തിനാ റബ്ബേ? ലിയുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. സൂറത്ത് ബഖറയിലെ 132 എന്താ അറിയാള്? ഇബ്രാഹിം നബി മക്കളെ വിളിച്ചു. നമ്മൾ വിളിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഇബ്രാഹിം നബി വിളിച്ച പോലെ വിളിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി മക്കളെ തൊട്ടടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇവിടെ ലിബറലിസം ഉണ്ട്, ഇവിടെ ഭൗതികവാദം ഉണ്ട്, നിരീശ്വരത്തുണ്ട്. മോനെ, ഇസ്ലാമിനോളം ബെറ്ററായ വേറൊന്നുമില്ല മോനെ, അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുവോ എന്നാണ് സൂറത്ത് ബഖറയിലെ 132-ാമത്തെ ചോദ്യം. മഹാനായ അയ്യൂബ് നബി, യാക്കൂബ് നബിയുടെ ചോദ്യം എന്താ അറിയോ? അം കുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്. യാക്കൂബ് നബിക്ക് മരണമാസന്നമായപ്പോ മക്കളെ മുഴുവനും വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ, എന്റെ കാലശേഷം മിൻബാദി, എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് മക്കളെ ആരാധിക്കുക? നമ്മുടെ നാട്ടിലെ മുതലാളിമാര് മരിക്കുമെന്താ ചോദിച്ചു, മോനെ, 8 റെസ്റ്റോറന്റ് ഉണ്ട്, 9 ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഇത് നിങ്ങൾ ആരാ നോക്കുക? പക്ഷേ സൂറത്ത് ബഖറ 133 ഒരു ബാപ്പ ചോദിക്കുന്ന, മക്കളെ, തൗഹീദ് എന്ന് വ്യതിചലിച്ചു പോവോ? ഇതാണ് ചോദ്യം. ഇതാ ചോദ്യം. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഖുർആൻ ഒന്നുകൂടി പുതുതായിട്ട് വായിക്കണോന്ന്?
ഖുർആൻ ഒന്നുകൂടെ നമ്മളെല്ലാരും പറയും ലുക്മാനുൽ ഹക്കീം. കേട്ടിട്ടുണ്ടോ ആ പേര്? ആ പേര് കേട്ടോടൊക്കെ ഒന്ന് കൈബന്ധിക്കും. പേര് കേട്ട എല്ലാരും ഒന്ന് കൈബന്ധിക്കും. ലുക്മാനുൽ ഹക്കീം. അദ്ദേഹം എന്തോ ഒരു ഉപദേശം നടത്തിയതായിട്ട് ഖുർആനിലുണ്ടല്ലേ? എവിടെ ഉള്ളത്? ഒന്ന് പറഞ്ഞാട്ടെ, സദസ്സിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞാട്ടെ, എവിടെ ഉള്ളത്? സൂറത്ത് ലുക്മാൻ, അധ്യായം 31. മാഷാ അല്ലാഹ്. എത്ര മുതലാണ് ആ ഉപദേശം വരുന്നത്? 13 മുതൽ അല്ലേ? ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇത് വായിക്കാത്ത ആരുമില്ല, സത്യാണോ? ഇനി നമ്മളൊന്ന് ചിന്തിക്കാണ്. 10 വയസ്സ് താഴെയുള്ള മക്കളെ വേണം പഠിപ്പിക്കാൻ. ഇപ്പൊ നമ്മൾ 3 വയസ്സിൽ അൽഫിത്തർ തുടങ്ങുന്ന അതുകൊണ്ടാണ്. കാരണം അവനാ ഏതുപോലെ ആയിരിക്കും? എല്ലാരും ഒന്നും കൂടെ നോക്കിയേ, സ്റ്റേജിലേക്ക്. ഇതുപോലെ ആയിരിക്കും നമ്മുടെ ചെറിയ കുട്ടികൾ. അതുകൊണ്ടാ റസൂൽ എന്ത് പറഞ്ഞത്? കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. മനുഷ്യ കുഞ്ഞുങ്ങളെല്ലാം ശുദ്ധ പ്രകൃതിയിലാണ്. ഈ വെള്ളക്കടലാസ് പോലെയുള്ള അവന്റെ ഹൃദയത്തിൽ ബാപ്പയും ഉമ്മയുമാണ് ശിർക്ക് എഴുതുന്നത്, കുഫ്ർ എഴുതുന്നത്, മൊബൈൽ എഴുതുന്നത്, അതുപോലെ യൂട്യൂബ് പഠിപ്പിക്കുന്നത്. അവനെ എല്ലാ വൃത്തികേടും പഠിപ്പിക്കുന്നതിൽ ഉമ്മാക്കൊരു പങ്കുണ്ട്, ഉപ്പാക്കൊരു പങ്കുണ്ട്. ആരാത് പറയണത്? കള്ളം പറയാത്ത റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധ്യാപകനാണ് നല്ല റസൂൽ ആദ്യം പറഞ്ഞു, കൂട്ടുകാരാണ് നല്ല പറഞ്ഞു. അവനെ പെറ്റ ഉമ്മയും അവന്റെ ഉപ്പാക്കും അതിൽ പങ്കുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടോ, 10 വയസ്സ് താഴെയുള്ള ഒരു മകനെ നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളെ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോകും. ഉസ്താദെ ഇവനങ്ങളൊന്ന് ഉപദേശിക്കണം. അത് വലിയ കുറവാട്ട്. അത് ശരിക്കൊരു നല്ല പിതാവിന് അതിന്റെ ആവശ്യം വരില്ല, അയാൾ തന്നെ മതിയാവും. പക്ഷെ അയാൾ മതിയാകാത്ത എന്തുകൊണ്ടാണ്? തമ്മിൽ ജീവിച്ച ജീവിതത്തിൽ എവിടെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിപ്പോയിട്ടുണ്ട് അല്ലേ? ഈ ലുക്മാനുൽ ഹക്കീം ഒരു ഉപദേശിയായിട്ട് കൗൺസിൽ ചെയ്യുന്ന ഒരാളായിട്ട് വേറൊരു ബാപ്പ കൊണ്ടുവന്നാണോ ഈ മോനെ? ആണോ? മനസ്സിലായില്ലേ? ലുക്മാനുൽ ഹക്കീമിന്റെ മോനോട് തന്നെയല്ലേ ഇത് പറഞ്ഞ്? നാട്ടുകാരെ മോനോടാ അല്ല. ഏതെങ്കിലും ഒരു ബാപ്പ ലുക്മാന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഉപദേശിച്ചതാ? അല്ല. ഇനി ഞാൻ ചോദിക്കാം, നമ്മളൊക്കെ വാപ്പാരല്ലേ? നമ്മളൊക്കെ വാപ്പാരല്ലേ? ആണ്. നമ്മുടെ മകനെ ഉപദേശിച്ച നമ്മുടെ മകൻ നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുവോ? ഇരിക്കാൻ സന്നദ്ധനാവോ? നമ്മുടെ അടുത്ത് ഇരിക്കാൻ സന്നദ്ധനാത്ത എന്തുകൊണ്ടാ? അവന്റെ അടുത്ത് നമ്മൾ 10 മിനിറ്റ് ഇരുന്നിട്ടില്ല. നമ്മൾ എന്താ പറയുന്നത്? മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നിട്ടോ മക്കൾ ഉറങ്ങിയിട്ടാ നമ്മൾ എത്തുന്നത്. മക്കൾ ഉണരുന്നതിന് മുമ്പ് നമ്മൾ പോയിട്ടുമുണ്ട്. മക്കളെ കണ്ടിരുന്നോ? ഒരാഴ്ചയായിട്ട് ഒരേ വീട്ടിൽ ബാപ്പ ഉറങ്ങുന്നുണ്ട്, മോൾ ഉറങ്ങുന്നുണ്ട്, മകൻ ഉറങ്ങുന്നുണ്ട്. പക്ഷെ ബാപ്പ ഒരാഴ്ചയായിട്ട് മിണ്ടിയിട്ടില്ല. ദേഷ്യം കൊണ്ടല്ല, പിണക്കം കൊണ്ടല്ല, ഭൗതിക ലോകത്തെ തിരക്ക് കൊണ്ടാണ്. അല്ലേ? ആണ്. എന്നാൽ ലുക്മാനുൽ ഹക്കീം സ്വന്തം മോനെ തൊട്ടടുത്തിരുത്തുന്നു. മോനെ, ശിർക്ക് ചെയ്യല്ലേ മോനെ. ഒന്നാമത്തെ കാര്യം അതാണ്. ഇന്ന ശിർക ലദുൽമുൻ നദീം. മോനെ, ശിർക്ക് ചെയ്യരുത്, ഏറ്റവും വലിയ ദുൽമാണ്. പഠിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം ബാപ്പ മോനെ പഠിപ്പിക്കുകയാണ്. മകൻ മുഖത്ത് നോക്കി നിൽക്കുക. വിളിക്കുന്നത് എങ്ങനെയാ? എന്റെ പൊന്നു കുട്ടിയല്ലേ, എന്റെ ചങ്കല്ലടാ നീ. നമ്മളോ പണ്ടാരടങ്ങാൻ, ദജ്ജാല്, ദുഷ്ടൻ, ഒന്നിനും കൊള്ളരുതാത്തവൻ. നിന്നെ കിട്ടിയതിന് ശേഷം ഈ വീട്ടിൽ ബർക്കത്തേ ഉണ്ടായിട്ടില്ല, ബലാല് എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഈ കുട്ടി നന്നാവോ? നമുക്ക് 2 മാതൃക ഉണ്ട്. ബാപ്പാൻ ഉപദേശിക്കുകയാണെങ്കിൽ എങ്ങനെ വേണം? യാ ബതി യാ ബതി യാ ബതി ഇന്നി അഖാഫു അലൈക്കും അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ വതകൂന ലിശൈതാനി വലിയ. 19-ാമത്തെ 45. എന്റെ ഉപ്പ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിനെ ഞാൻ പേടിക്കുന്നു ഉപ്പ. സ്നേഹമാണ്. ഇവിടെയോ യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. നോക്കൂ, അവിടെ പറയുന്നത് ശിർക്ക് വരരുത് മോനെ. രണ്ടാമത്തെ അള്ളാഹ് അവിടെ മാതാപിതാക്കളുടെ ഗൗരവം അറിയും. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തറുത്ത് കൊന്നു കഞ്ചാവടിച്ച മകൻ. മലയാളികൾ മുഴുവനും ഞെട്ടിപ്പോയ വാർത്ത. ആ മകന് വേണ്ടി മഹർ വരെ ആ ഉമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്.
ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. 23-ാം അധ്യായം 23-ാം അധ്യായം 17-ാം അധ്യായം 23-24 വചനം. ചേന്ന് പറയരുത്. ഇന്നലെ രാത്രി എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹിന്ദു സഹോദരൻ കിണറിൽ ചാടി മരിച്ചു. ഒരച്ഛൻ കിണറിൽ ചാടി മരിച്ചു. അയാളുടെ ഭാര്യ മരിച്ചു. 2 കുട്ടികളാണല്ലോ, ഒരു പെണ്ണും ഒരാണും. അച്ഛനോട് സ്നേഹമായിട്ടല്ല, അച്ഛനെ നോക്കാൻ സമയം. ഭാര്യ ഉണ്ടാവുമ്പോ ഒരു പ്രശ്നമില്ല, ഭാര്യ വലിയൊരു തണല. എത്ര പ്രായം ചെന്നാലും ഭാര്യ അവിടെ ഉണ്ടായാൽ മതി. എടീന്ന് പറഞ്ഞ അവിടെ പോയിരിക്കാൻ കഴിഞ്ഞാൽ മതി. ആ സ്നേഹം ഒരിക്കലും മറക്കില്ല. കാരണം എന്താ? ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. മവദ്ദതൻ വറഹ്മ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. കാരുണ്യം. ഭാര്യയും ഭർത്താവുണ്ട്, സുഖ, മക്കൾ വേണമെന്നില്ല. ഭാര്യയോട് പോയാലേ ഭർത്താവ് പാതി മരിക്കും. ഭർത്താവ് മരിച്ചാൽ ഭാര്യ പാതി മരിക്കും. എന്നിട്ട് അയാള് മക്കൾ നോക്കുന്നില്ല എന്ന് തോന്നി. അത് മാത്രല്ല, അയാളുടെ മകള് ഗൾഫിൽ നിന്ന് വന്നതാണ്. അവള് വീണ്ടും ഗൾഫിലേക്ക് പോകുന്നു പറഞ്ഞപ്പോ അയാള് കരുതി കാണും, എന്ത്, ആരും എന്റെ അടുത്തേക്ക് വരില്ല. പെൺകുട്ടിക്കാണ് കാരുണ്യം കൂടുക. അവരിടക്കിടക്ക് പോയി നോക്കും. ആൺകുട്ടികളെ ഇനി കിട്ടൂല, കരുണല്ലായിട്ടല്ല, നമുക്ക് അതിന് നേരല്ല. അതുകൊണ്ട് അയാള് കിണറിൽ ചാടി മരിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? ഇന്നലെ രാത്രി മരിച്ച അയാൾ ഇന്ന് രാവിലെ കിടക്കണത് എങ്ങനെ അറിയോ? ഇങ്ങനെ വളഞ്ഞിട്ട്. ആ മനുഷ്യന്റെ ഒരു ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മാതാപിതാക്കളാരാ? അവരോട് ചേ എന്ന് പറയരുത്. ആരാണ് ഉവൈസുൽ ഖർനി? റസൂലുള്ളാഹി പറയാണ്, ഉവൈസുൽ ഖർനിയെ കണ്ടാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം, പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെടണം. എവിടെയാണ് ഉവൈസുൽ ഖർനി? അയിന ഉവൈസുൽ ഖർനി? നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുൽ ഖർനി ഉണ്ടോ? ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞാനാണ് ഉവൈസുൽ ഖർനി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. കാരണം എന്താ? ഉവൈസുൽ ഖർനി ഉമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഖിദ്മത്ത് എടുത്ത മോനാണ്, ഉമ്മയെ സ്നേഹിച്ച മോനാണ്. അബ്ദുല്ലാഹി മുബാറക് ഉമ്മാന്റെ കാല് തടവി കൊടുത്ത മോനാണ്, ഉമ്മാനോർത്ത് കരഞ്ഞ മോനാണ്, ഉമ്മ മരിച്ചിട്ടും ദീർഘമായി കരഞ്ഞ ആളാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, സിനിമ വിട്ടതാ? അപ്പൊ ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത മോനാണ്. അപ്പൊ ഉമ്മാരാണ്, ഉപ്പാരാണ്? ആലോചിക്കണം. അത്ര വലിയ പ്രാധാന്യം ഓർക്കണം നമ്മളത്. വൈക്കം മുഹമ്മദ് ബഷീർ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട സാഹിത്യ സമ്രാട്ടായ വൈക്കം മുഹമ്മദ് ബഷീർ, അതേ നാട് വിട്ടുപോയി. അപ്പൊ അന്ന് രാത്രി ഉമ്മ പൊരുത്തക്കേടല്ല, കുട്ടികള് മകൻ വന്നോളും എന്ന് കരുതി ചോറ് വെച്ചു മകന് വേണ്ടി. അന്ന് രാത്രി ഉമ്മ കാത്തിരുന്നു, നേരം പുലരുന്നവരെ മകൻ വന്നില്ല. പിറ്റേന്നും ചോറ് വെച്ചു, കാത്തിരുന്നു, മകൻ വന്നില്ല. നേരം വെളുക്കുന്നവരെ ഉമ്മ കാത്തിരിക്കുക. അങ്ങനെ അതാ ഒരു ദിവസം ഇശാ നിസ്കരിക്കുമ്പോ വൈക്കം മുഹമ്മദ് ബഷീർ കയറി വരികയാണ്. ഇശാ നമസ്കരിക്കുമ്പോ ഉമ്മ സലാം വീട്ടിയ ഉടനെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഉമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, ചോറ് തരണം. അപ്പൊ ഉമ്മ വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറയാണ്, എടാ നിനക്കുള്ള ചോറതാ അവിടെ വെച്ച് വിളമ്പി വെച്ചിരിക്കുന്നു ആ പാത്രത്തിൽ. അപ്പൊ കൗതുകത്തോടെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഉമ്മ ഞാൻ നിങ്ങളെ വിട്ടുപോയിട്ട് 9 കൊല്ലായി. 9 കൊല്ലം. ഈ 9 കൊല്ലവും ഞാൻ വരുന്നു വിചാരിച്ചു, ഉമ്മ നിങ്ങള് ചോറ് വെച്ചോ? ആ മോനെ, അതാട്ടോ ഉമ്മ. ഉമ്മാക്ക് വേണ്ടി 10 ദിവസം കാത്തു പോവോ? തള്ള വേണേ തിന്നോട്ടെ അറിയും, തള്ള വേണേ തിന്നോട്ടെ ഉമ്മ. അല്ലെ ഉമ്മാന്റെ ഒരു പ്രത്യേകത എന്താ? ഉമ്മതൻ വാത്സല്യം അമൃതായി, ഉപ്പാന്റെ സ്നേഹം കുളിരായി. ഉപ്പാന്റെ സ്നേഹം ഒരു കുളിരാണ്, ഉപ്പൊരു കരുതലാണ്. അല്ലെ ശരിക്കും എന്ത് ചോക്ക്? ഉപ്പയാണ് ഈ മകന്റെ എല്ലാം. ഒരു വേദനയും ഭാര്യയോട് പറഞ്ഞിട്ടില്ല, കുടുംബത്തോട് പറഞ്ഞിട്ടില്ല. എല്ലാ ഭാരവും ചുമന്നവനാണ് ഭർത്താവ്. അതേപോലെ ഭാര്യയും ഭർത്താവും ആകണ്ട എങ്ങനെ അറിയോ?
ഐഷ ബീവി ലോകത്തോട് വിട പറയുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോ ഐഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ടാണ് മരിക്കുന്നത്. ഐഷ ബീവി പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ് എന്ന കാര്യമാണ്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി, ഞാനാണ്. ഈ ലിയോ ടോൾസ്റ്റോയ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കേട്ടിട്ടില്ലേ? ലിയോ ടോൾസ്റ്റോയ് ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനാണ്. അന്നാ കരീന എഴുതിയ യുദ്ധവും സമാധാനം എഴുതിയ അല്ലേ, അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും എന്ന് എഴുതിയ ഈ നോവലുകളൊക്കെ എഴുതിയ ഈ പിന്നെ ടോൾസ്റ്റോയ്, ലിയോ ടോൾസ്റ്റോയ് ഭാര്യയായിട്ട് എന്നും തെറ്റലായിരുന്നു. നല്ല ദാമ്പത്യ ജീവിതം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ 80-ാമത്തെയോ 82-ാമത്തെയോ വയസ്സിൽ അദ്ദേഹം ഭാര്യയായിട്ട് തെറ്റിപ്പിരിയാണ്. തെറ്റിപ്പിരിഞ്ഞിട്ട് അവളോട് പറഞ്ഞു, ഈ വാർദ്ധക്യത്തിലും ജീവിക്കാൻ നീ സ്വൈര്യം തരില്ല, അതുകൊണ്ട് ഇനി ഞാൻ നിന്റെ കൂടെ ജീവിക്കൂല.